ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഒരു ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന തോരനായിരിക്കാം, എങ്കിലും ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തെ ഈ ഭാഗത്തൊന്നും ആരും അങ്ങനെ ഇത് ഉപയോഗിക്കാറുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഒരു തോരൻ ഉണ്ടാക്കി കാണിക്കാന്ന് വിചാരിച്ച്. എന്നാൽ പാലക്കാട് ഏറിയയിലൊക്കെ അവര് നിത്യഭക്ഷണമായിട്ട്, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ 4 മണിക്കെല്ലാം ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ തോരന്. എന്താണെന്നുള്ള ഞാൻ കാണിക്കാം. മുതിര എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചുതരാം. മുതിര കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. അപ്പൊ ഞാൻ ഇന്ന് ഈ മുതിര വെച്ചൊരു തോരൻ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ചിലര് മുതിര വറുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് വേവിക്കാറുണ്ട്. ഞാൻ ഇന്ന് വറുത്തിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ എളുപ്പം, അധികം കുതിർക്കേണ്ട സമയമില്ല, എളുപ്പം വെന്ത് കിട്ടുമെന്നാണ് പറയുന്നത്. ഞാനിതിപ്പോ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതേ ഉള്ളൂ. അതിനുശേഷം വേവിച്ചെടുക്കുക. വെള്ളം കൂട്ടിയിട്ട് വേവിക്കുകയാണെങ്കിൽ അതിന്റെ വെള്ളം നമുക്ക് കുടിക്കാനും എടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഇതിന് പരുവത്തിനുള്ള വെള്ളമേ, എങ്കിലും കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം കൂടെ ചേർത്താണ് ഞാൻ തോരൻ വെക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മള് അവല് നനച്ച് കഴിക്കത്തില്ലേ, ശർക്കര തേങ്ങ ഒക്കെ ഇട്ട്, അതുപോലെ നനച്ച് 4 മണിക്ക് കഴിക്കാൻ പറ്റും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും, ഉച്ചയ്ക്ക് തോരനായിട്ട് പറ്റും. അങ്ങനെ പല കാര്യങ്ങളും മുതിരയും കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഞാൻ ഇന്ന് തോരൻ വെക്കുന്നത്, നമ്മൾ സാധാരണ പയറുവർഗ്ഗങ്ങൾ ഉണക്കല്, അതായത് വൻപയർ, ചെറുപയറൊക്കെ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിത് തോരൻ വെക്കുന്നത്. അപ്പൊ ആദ്യം ഇത് നമ്മൾ സാധാരണ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോ ചെറുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് കടുക് മൂപ്പിച്ചിട്ട്, പിന്നെ കുറച്ച് ചുമന്നുള്ളിയും ചുമന്ന മുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് ഈ വെന്ത മുതിര അതിലേക്ക് ഇടുകയാണ്. ആ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം സഹിതം ഞാൻ അതിലേക്ക് ഇടുകയാണ് തോരൻ വെക്കാനും വേണ്ടി. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി വെള്ളം പറ്റിച്ച് നല്ലതുപോലെ തോർത്തി എടുക്കുകയാണ് ഈ ഒരു മുതിര തോരന് വേണ്ടി. നല്ല ടേസ്റ്റ് ആകട്ടോ. ഇതിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലം കിട്ടാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. സാധാരണ നമുക്കറിയാമല്ലോ, ഇത് കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണമായിട്ടാണ് കൂടുതലും ആൾക്കാർ ഇത് മുതിര എന്ന് പറയുമ്പോൾ കേൾക്കുന്നത്. കാര്യം കുതിരയ്ക്ക് നല്ല ആരോഗ്യം വരുന്നതിന് വേണ്ടിയാണ് കുതിരയ്ക്ക് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒരു ബലം കിട്ടും, അതായത് എല്ലിന് ബലം കിട്ടുക, അതുപോലെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഒക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്, ശരീരഭാരം കുറച്ച് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ നീക്കി കളയുന്നുണ്ട്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനായാലും നല്ലതാണെന്നാണ് പറയുന്നത് മുതിര. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് മുതിര തോരൻ വെക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിന് വേറെ വേറെ വിഭവങ്ങളുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ മുതിര തോരൻ വെക്കുന്ന എങ്ങനെയാ ഞാൻ വെച്ചെന്നുള്ളത് ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പൊ ഈ രീതിയിലാണ് തോരൻ വെച്ചത്. തോരൻ വെച്ച് കഴിഞ്ഞപ്പോ ഇതേപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ വെള്ളം ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാരും, വെള്ളം കുടിക്കാൻ നല്ലതാണെന്നുള്ളത്. ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ 2-3 സ്പൂൺ വെള്ളം ഞാൻ എടുത്ത് കുടിച്ച് നോക്കി എങ്ങനെയുണ്ട്. നമ്മൾ സാധാരണ വൻപയറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ വെള്ളത്തിന് വേറൊരു ചൊവയാണ്. അത് വെച്ച് രസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ വെള്ളം വെച്ച്. പക്ഷെങ്കില് ഇതിന്റെ വെള്ളത്തിന് അങ്ങനെ ഒരു ചൊവ വരുന്നേ ഇല്ല കേട്ടോ. ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് വരുന്നത് ഇതിന്റെ വെള്ളത്തിൽ. അപ്പൊ ഞാൻ വെള്ളം കൂടെ ഇതിലെ പറ്റിച്ചെടുത്തു, ഒട്ടും ഗുണം കളയണ്ട എന്നുള്ള രീതിയിൽ. നല്ല ടേസ്റ്റാ കേട്ടോ. വൻപയർ തോരനോ ചെറുപയർ തോരനോ പോലൊന്നും അല്ല, ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരെയും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരെയും മാത്രം മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.